മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ ഈ ഒരു സിലബസ് മാറി വന്നത് വലിയൊരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വർഷം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നേരെ ഈ പ്രോസസ്സുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വന്ന പുതിയ സിലബസിൽ ഇതൊക്കെ ബേസിക് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് എന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വലിയ വലിയ പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ 2ാമത്തെ പാഠത്തിലും 3ാമത്തെ പാഠത്തിലും നമ്മുടെ ഡൈജഷൻ, ദഹനം, അതുപോലെ തന്നെ റെസ്പിറേഷൻ, ശ്വസനം, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും അവിടെ എങ്ങനെയാണ് ഈ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അപ്പോൾ ക്ലിയർ ആവുകയില്ല. പക്ഷെ അതിനു മുന്നേ ഇതൊക്കെ സെറ്റ് ആയിട്ട് ബേസിക് കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ 1ാം പാഠത്തിൽ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ പഠിക്കുന്നത്. അതായത് നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ നമുക്കറിയാം പലതരത്തിലുള്ള മെറ്റബോളിക് പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. ഈ മെറ്റബോളിക് പ്രോസസ്സാണ് നമ്മൾ ജീവനുള്ള ഈ ഒരു ശരീരത്തിൽ നമ്മൾ നിലനിർത്തുന്നത് തന്നെ. അപ്പോൾ ഈ പ്രോസസ്സുകൾ എങ്ങനെ നടക്കുന്നു, എങ്ങനെയാണ് ഈ ഓരോ പ്രക്രിയ നടക്കാനും കോശത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട ഓക്സിജൻ ആയിക്കോട്ടെ, നമ്മുടെ വാട്ടർ ആയിക്കോട്ടെ, മറ്റ് പല കമ്പോണൻസും എത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ കോശത്തിൻ്റെ ഉള്ളിലും പലതരത്തിലുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്പിറേഷൻ, ശ്വസനം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിന് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. ഈ ഓക്സിജൻ എത്തണമെങ്കിൽ പല കാര്യങ്ങളുണ്ട്. അത് രക്തത്തിലെത്തണം, രക്തത്തിൽ നിന്ന് പിന്നെ അത് ടിഷ്യൂലേക്ക് എത്തണം, അങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ട്. പക്ഷെ അതിലേക്കൊന്നും മിസ് ഇന്ന് കിടക്കുന്നില്ല. ഇതിൻ്റെ ബേസിക് ആയിട്ട് അറിയേണ്ടത്, അതായത് ഈ കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഓക്സിജൻ അതുപോലെ തന്നെ ജലവും എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നാണ്. അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ, കോശത്തിന് ചുറ്റുമായിട്ട് നമുക്കുള്ള പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയാണ്. അതായത് ഒരു സെമി പെർമിയബിൾ അതുപോലെ തന്നെ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് നമ്മൾ പറയുന്ന ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആണ് നമ്മുടെ കോശത്തിന് ചുറ്റുമുള്ളത്. അപ്പോൾ ഈ കോശത്തിന് ചുറ്റും കാണുന്ന പ്ലാസ്മ മെംബ്രെയിൻ ലിപ്പിഡ്സും പ്രോട്ടീനും ഒക്കെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ഇതിനുള്ളിൽ ആരൊക്കെ കിടക്കണം ആരൊക്കെ കിടക്കണ്ട എന്നൊക്കെ എന്ത് ചെയ്യും, തീരുമാനിച്ചിട്ടാണ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടത്തുന്നത്. ഇതിൽ ജലത്തെ അല്ലെങ്കിൽ ജല തന്മാത്രകളെ കോശത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്, അതായത് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമ്മൾ പറയാം ട്രാൻസ്ഫർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ സെമി പെർമിബിൾ മെംബ്രെയിൻ എന്നാണ്. അതായത് ഈ പ്ലാസ്മ സ്തരത്തിലൂടെ ജലം എവിടെയാണോ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കാണുന്ന ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു, അതും സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബീക്കറിലൂടെ നിങ്ങൾക്ക് കാണാം എന്താണ് മാറ്റം വരുന്നത്. ഇപ്പുറത്തെ ഒരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ട്, വലതുവശത്ത് നമ്മുടെ സാധാരണ വെള്ളമാണ് ഉള്ളത്. അപ്പോൾ അപ്പുറത്തെ സോൾട്ട് സൊല്യൂഷനിൽ എന്താണ്, ജലത്തിന് തന്മാത്രകൾ കുറവാണ്, ഇപ്പുറത്തെ പ്യുവറായിട്ടും കൂടുതലുള്ളത് ജലതന്മാത്രകളാണ്. അപ്പോൾ ഈ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് സ്വാഭാവികമായിട്ടും ലോ കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ മോളിക്യൂൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ബൈ ഏത് സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ. അപ്പം ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് കൂടുതലുള്ള ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോവുക എന്നുള്ള പ്രക്രിയ. അതായത് ജലതന്മാത്രകളുടെ ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു പ്രോസസ്സ് കൂടെ മിസ് പറഞ്ഞു തരാം. അതായത് മിസ് ആദ്യം പറഞ്ഞ പോലെ ഓക്സിജൻ നമ്മുടെ ഈ ബ്ലഡിൽ നിന്ന് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ പ്രോസസ്സ്, അതായത് ഡിഫ്യൂഷൻ. നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ചന്ദനത്തിരി കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ആ റൂമിലേക്ക് ആ സ്മെല്ല് സ്പ്രെഡ് ആവും. അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഒരു വാതകം അല്ലെങ്കിൽ എയറിലേക്ക് ഈസിലി അങ്ങ് ഡിഫ്യൂസ് ചെയ്യുകയാണ്. ഈ ഡിഫ്യൂഷൻ പ്രോസസ്സും ഇതുപോലെ തന്നെയാണ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഓക്സിജൻ മോളിക്യൂളിൻ്റെ ട്രാൻസ്ഫർ, അവിടെ മെംബ്രെയിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോസസ്സ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല പ്രോസസ്സുകളും ഈ പ്രോസസ്സിലേക്ക് വേണ്ട കമ്പോണൻസ്, നമ്മുടെ ഓക്സിജൻ ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഈ ഒരു കോൺസെപ്റ്റും ബേസിക് ആയിട്ടുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഇനി നമ്മുടെ ബയോളജിയിലുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സും നമുക്ക് പക്ക ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ക്ലിയർ ആയല്ലോ, അടിപൊളിയായിട്ട് ഇത് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അടുത്ത ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരും. ബൈ.